ഇന്ന് ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഗിവ് ടു ഗെയിൻ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ സന്ദേശം. ലിംഗസമത്വത്തിനായുള്ള ആഗോള പോരാട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വ്യവസായവൽക്കരണവും രാഷ്ട്രീയ മാറ്റങ്ങളും അതിവേഗം സംഭവിച്ചുകൊണ്ടിരുന്ന കാലത്താണ് വനിതാ ദിനത്തിന്റെ ചരിത്രം തുടങ്ങുന്നത്. 1909 അമേരിക്കയിലെ ന്യൂയോർക്കിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ തങ്ങളുടെ അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങുന്നു. തുല്യവേതനം, ജോലി സമയം കുറയ്ക്കുക, വോട്ടവകാശം എന്നീ ആവശ്യങ്ങളാണ് അന്ന് സ്ത്രീകൾ മുന്നോട്ട് വെച്ചത്. 1910 ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ നടന്ന വനിതകളുടെ സമ്മേളനത്തിൽ ക്ലാര സെറ്റ്കിൻ എന്ന വിപ്ലവകാരിയാണ് ആദ്യമായി വനിതാ ദിനം അന്താരാഷ്ട്ര തലത്തിൽ ആചരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. തുടർന്ന് 1911 ഓസ്ട്രേലിയ, ഡെൻമാർക്ക്, ജർമ്മനി, സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിലും അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിച്ചു. 1975 ഐക്യരാഷ്ട്രസഭ മാർച്ച് 8 ഔദ്യോഗികമായി അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന് അംഗീകരിച്ചു. സ്ത്രീ ശാക്തീകരണം മുൻനിർത്തി കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ നിരവധി പദ്ധതികളാണ് ഭാരത സർക്കാർ നടപ്പാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന മുതൽ ലക്ഷാധിപതി ദീദി വരെയുള്ള എണ്ണമില്ലാത്ത പദ്ധതികൾ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും സംരക്ഷണവും ഉറപ്പാക്കാൻ 2015 ആരംഭിച്ച പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യോജന. സ്ത്രീകളുടെ ജനന നിരക്ക് ഉയർത്താനും അവർക്കുള്ള വിദ്യാഭ്യാസ അവസരങ്ങൾ വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതി. 2016 ആരംഭിച്ച പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിലൂടെ കോടിക്കണക്കിന് സ്ത്രീകൾക്ക് LPG ഗ്യാസ് കണക്ഷനുകൾ ലഭിച്ചു. ജൻ ഔഷധി കേന്ദ്രങ്ങളിലൂടെ ₹1 നിരക്കിൽ 77 കോടിയിലധികം സാനിറ്ററി പാഡുകൾ. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാന് കീഴിൽ സൗജന്യ പ്രസവ പരിശോധനകൾ. 12 ആഴ്ചയിൽ നിന്ന് 26 ആഴ്ചയായി വർദ്ധിപ്പിച്ച ശമ്പളത്തോടു കൂടിയുള്ള പ്രസവാവധി. മുത്തലാഖ് നിരോധനം. അങ്ങനെ നിരവധി എണ്ണമറ്റ പദ്ധതികൾ. ഓപ്പറേഷൻ സിന്ദൂറിൽ സിന്ദൂര ശക്തികളായി. ഇന്ന് ഈ ദിനം ലോകമെങ്ങും ആഘോഷിക്കുന്നത് സ്ത്രീകളുടെ നേട്ടങ്ങളെ ആദരിക്കാനും ലിംഗസമത്വം ഉറപ്പാക്കാനുമാണ്. കേവലം ഒരു ദിവസത്തെ ആഘോഷത്തിനിപ്പുറം സ്ത്രീകൾക്ക് എല്ലായ്പ്പോഴും തുല്യനീതി ലഭിക്കുന്ന ഒരു ലോകമാണ് നമുക്ക് വേണ്ടത്. ന്യൂസ് ഡെസ്ക്, ജനം.